ഒരു നാളെ സാധനം ഇവിടെയൊക്കെ കിടന്ന് കറങ്ങുന്നുണ്ട്. അതാ കോട്ടപ്പുറം ജാനകിയായിരിക്കും. അല്ല സാറേ, പുതിയതാണ്, ന്യൂ. പുതിയതാ? ഹായ്, നമസ്കാരം. എൻ്റെ പേര് ഗൗരി സിഡ്ജി മാത്യൂസ്. സോഷ്യൽ മീഡിയയിൽ ചിലർക്കൊക്കെ എന്നെ അറിയാമായിരിക്കും. മോഡലിംഗ് ഫീൽഡിൽ വന്നിട്ട് ദുരനുഭവങ്ങൾ എന്ന് പറയുന്നത് ഞാൻ പറയട്ടെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാടാണ്. അതൊക്കെ ഇവിടെ പറയുന്നത് അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. ഒരു മാഗസിൻ ഷൂട്ടിന് വേണ്ടിയിട്ട് വന്നപ്പോൾ അഡ്ജസ്റ്റ്മെന്റ് എന്നോട് ചോദിച്ചിരുന്നു. വേറെ ആരും അറിയണ്ട, നമ്മൾ രണ്ടുപേരും മാത്രം. രാത്രിയോ പകലോ എനിക്ക് എപ്പോഴെങ്കിലും ഇത്തിരി സമയം തന്നാണ് ഞാനത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്തോളാം. എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ അതിനെ കുറിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാനത് ചെയ്യാത്തൊരു കാര്യമായതുകൊണ്ട് എന്തോ എങ്ങനെ എന്നെ കൊണ്ട് പറ്റില്ല, ആ വർക്ക് വേണ്ട, അതവിടെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ള രീതിയിൽ പറഞ്ഞത് അവോയ്ഡ് ചെയ്യുകയാണ് ഞാൻ ചെയ്യാറുള്ളത്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. അതിനെ സപ്പോർട്ട് ചെയ്ത് അതിൻ്റെ അകത്ത് മാർക്കറ്റിംഗ് ചെയ്യുന്ന ഒരു കാര്യമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ ഞാൻ മാത്രമല്ല അതിര് കിടക്കുന്നതെന്ന് പറയണത്. അതെന്നെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ. എനിക്ക് അങ്ങനെ തോന്നുന്നെങ്കിൽ അത് എന്റെ കുറ്റമല്ല. താന്താങ്ങളുടെ ഹൃദയം താന്താങ്ങൾക്കല്ലേ അറിയാൻ പാടുള്ളൂ. അതിര് കിടക്കുന്നു എന്ന് പറയുന്നത് ഞാൻ അവിടെ വന്നിട്ട് ന്യൂഡോ മറ്റുള്ള മോശം കാര്യങ്ങളൊന്നും അവിടെ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. നിനക്കിത് എന്തിന്റെ സൂക്കേടാണ്? കഷ്ടപ്പെട്ട് ജീവിക്കണ ഒരു പെങ്കൊച്ചാണ് അവള്. എന്നെക്കാളിലും അതിര് കടക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. അതിന്റെ ഓരോ വ്യക്തികളുടെ പേരുകളും ഞാൻ പറയുന്നില്ല. നമ്മുടെ കണ്ടന്റുകൾ ഞാൻ ആർക്കും വേണ്ടിയിട്ട് ഇന്നതൊന്നും പറഞ്ഞിട്ട് ഒരിടത്തും ഞാൻ മോശമായിട്ട് കൊണ്ടുവന്ന് ചിത്രീകരിക്കുന്ന. എന്നിട്ട് സാരി എടുത്ത് വന്നു കഴിഞ്ഞാൽ അതിനെ സൂപ്പർ എന്ന് പറയുന്ന ആൾക്കാരും, ബിക്കിനി ഇട്ട് വന്നു കഴിഞ്ഞാൽ അയ്യേ അത് മോശം എന്ന് പറയുന്ന ആൾക്കാരുമാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. ഈ നാട് നന്നാവില്ല, ഒരു കാലത്ത് നന്നാവില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ഉപജീവന മാർഗമാണ്. ജീവിക്കാൻ വേണ്ടി ഒരു വേഷം കെട്ടിയെന്ന് വെച്ച് നമ്മൾ ആശ്വസിക്കരുത്. നിനക്കറിയോ, അവള് 916 പരിശുദ്ധിയുള്ള പെണ്ണാടാ. ഞാൻ ഒരുപാട് ബോൾഡ് ആകുമ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന ഒരുപാട് കമന്റുകൾ ഉണ്ട്. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയ? എനിക്ക് ഇതൊന്നും ബാധകമല്ല. അത് കൊച്ചമ്മ പറയാതെ എനിക്കറിയില്ലേ.